കേരള യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം മാത്രം പഠിച്ചാൽ പോരാ. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കണക്കാണെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം, പാർട്ട് എ, പാർട്ട് ബി, അതായത് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളെല്ലാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ തിയറി പഠിക്കാതെ പോയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു തെറ്റിദ്ധാരണ കുറേ കണക്കുകൾ പഠിച്ചാൽ മതി എന്നാണ്. ഒരിക്കലും അങ്ങനല്ല. ഈ കണക്കുകളെന്ന് പറയുന്നത് തിയററ്റിക്കൽ ആസ്പെക്റ്റിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അല്ലാതെ കണക്ക് വേറെ തിയറി വേറെ ഒന്നും അല്ലടോ. സത്യത്തിൽ തിയറിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ കുറച്ച് തിയറി പോർഷൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു ഇമ്പോർട്ടൻ്റ് തിയറി പറഞ്ഞു കൊടുക്കാൻ. ഇമ്പോർട്ടൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാവരോടും കൂടെ പറയുവാണ്, നിങ്ങളുടെ സിലബസിനകത്തുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത് സിലബസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ പഴയ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതലും ചോദിക്കുന്നത്. സോ എൻ്റെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 5 വർഷം ചോദിച്ച 5 വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരാം. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ പറയുന്ന തിയറി പോർഷൻ എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ്സിൽ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ 5 വർഷം ചോദിച്ച 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതേ ചോദ്യം വീണ്ടും ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ആ ഏരിയ അങ്ങ് കവർ ചെയ്യണം. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഏരിയ കവർ ചെയ്യുന്നതെന്ന്. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം. ആ രീതിയിൽ പഠിച്ചാൽ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ 1 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടും. ഓക്കെ, സോ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്ലാസ് ഞാൻ 2 മാർക്കിൻ്റെ എടുക്കാം, പിന്നെ 4 മാർക്കിൻ്റെ എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 1 മാർക്കിൻ്റെ കുറേ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 2019 നിങ്ങളുടെ തൊട്ട് മുൻപത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ശരിക്കും നിങ്ങളുടെ സിലബസ് ആസ് സച്ച് ഫോളോ ചെയ്യുന്നത്. കാരണം സിലബസ് മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ ചോദ്യം 2019 അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുമ്പം നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ ഏതൊക്കെയാണോ പഠിക്കാനുള്ളത് ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് ആണ്, അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് 2019 ഇത് ഫുള്ള് നിങ്ങളുടെ സിലബസ് ആണ്. ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് 2019 ക്വസ്റ്റ്യൻ മുഴുവനും അതിൽ നിന്നുള്ള പാർട്ട് എ ഒന്നും കൂടി എടുക്കുവാണ്. സോ ഇത് നോക്കിയേ, വാട്ട് ഈസ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോകരുത്. കാരണം വാട്ട് ഈസ് അക്കൗണ്ടിങ് ചോദിച്ചാൽ പ്രതീക്ഷിക്കാം വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്. വാട്ട് ഈസ് അക്കൗണ്ടിങ് ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള കുട്ടി ആലോചിക്കേണ്ടത്, അക്കൗണ്ടിങ് ചോദിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ബുക്ക് കീപ്പിങ്ങും ചോദിക്കാം. അപ്പോൾ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്ന് പഠിക്കണം അല്ലേ, അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ബേസിക് ഐഡിയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്, ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ആൻസർ പറഞ്ഞെന്ന് സഹായിക്കാൻ നിൽക്കില്ല, നിങ്ങളും കൂടെയൊക്കെ തല പുകയ്ക്ക്. അപ്പോൾ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും ഒക്കെ ടെക്സ്റ്റ് കിടപ്പുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്, ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസ് ചോദിച്ച സ്ഥിതിക്ക് ഒന്ന് ബാക്കിലേക്ക് പോയാൽ വാട്ട് ഈസ് ജേണൽ, വാട്ട് ഈസ് ലെഡ്ജർ, വാട്ട് ഈസ് ട്രയൽ ബാലൻസ്, വാട്ട് ഈസ് ട്രേഡിംഗ് അക്കൗണ്ട്, വാട്ട് ഈസ് P&L അക്കൗണ്ട്, വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്, ആ ഒരു കാറ്റഗറി ചോദിക്കാം. എളുപ്പമല്ലേ? വാട്ട് ഈസ് ജേണൽ, വാട്ട് ഈസ് ലെഡ്ജർ, വാട്ട് ഈസ് ട്രയൽ ബാലൻസ്, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് വരെ ചോദിക്കാം. അപ്പോൾ ആ ഒരു അക്കൗണ്ടുകളുടെ പേര് ഓർത്ത് വെച്ചോ, ഒരു സെൻറ്റൻസിന് എഴുതാൻ പഠിക്കണം. പിന്നെ ഫോർ വാട്ട് പർപ്പസാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കണ്ടോ, ട്രയൽ ബാലൻസിൻ്റെ കൂടെ തന്നെ P&L അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറി പഠിച്ചു വെക്കണം. വാട്ട് ഈസ് ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്താണ്, എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് നോക്കി വെക്കുക. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്കാണ്, +1 പഠിക്കുന്ന കാര്യങ്ങളാണ്. വാട്ട് ഈസ് എ ക്ലോസിംഗ് എൻട്രി, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് ഈസ് എ ക്ലോസിംഗ് എൻട്രിയൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രിമേജ് സ്ഥിരം ക്വസ്റ്റ്യൻ ആട്ടോ. വോയേജ് അക്കൗണ്ടിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു തിയറിയാണ് വാട്ട് ഈസ് പ്രിമേജ്. വാട്ട് ഈസ് വോയേജ് എന്നും ചോദിക്കാം. വാട്ട് ഈസ് വോയേജ് എന്നും ചോദിക്കാം, വാട്ട് ഈസ് പ്രിമേജ് എന്നും ചോദിക്കാം. ഓക്കെ, അവിടെ നിന്ന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം അതാണ്. വാട്ട് ഈസ് ഷോർട്ട് സെയിൽ, ഈ ഇൻഷുറൻസ് ക്ലെയിം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ഷോർട്ട് സെയിൽ, അത് നോക്കി വെച്ചേക്കണേ. വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, അത് ജേണലാണ് അതിൻ്റെ ആൻസർ. പ്രൈം എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. വാട്ട് ഈസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡെപ്രീസിയേഷൻ, നിങ്ങൾ 6 മെത്തേഡുണ്ട്.
ഡിപ്രീസിയേഷൻ 6 മെത്തേഡുണ്ട്. ആ 6 മെത്തേഡ് എന്താണെന്ന് നോക്കിയിട്ട് പോയിക്കോ. ഇവിടെ ഇപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡിൻ്റെ പേര് ഒരു വരിയായിട്ട് എഴുതാൻ, ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ എഴുതാൻ പഠിക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ 6 മെത്തേഡിൻ്റെ പേരെങ്കിലും ഓർത്ത് വെച്ചേക്കുക. കാര്യം ചിലപ്പോൾ ചോദിക്കും വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ചോദിക്കാം. ഡിപ്രീസിയേഷൻ്റെ മെത്തേഡിൻ്റെ പേര് ഓർത്ത് വെച്ചിട്ട് ഒരു വരി എഴുതാനെങ്കിലും പഠിക്കണം എന്താണ് ആ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ് ഇനി 2 names ഓഫ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ് അസംഷൻസ് എന്നൊക്കെ പറയും, മറ്റേ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ്, ആ ഒരു ഏരിയ ഒന്ന് ഓടിച്ച് വെക്കുന്നത് നല്ലതാണ്. അതായത് അക്കൗണ്ടിങ് ഗ്യാപ്പ് എന്ന് പറയും, GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്, അല്ലെങ്കിൽ +1 ടെക്സ്റ്റിലായാലും ഉണ്ട്. വാട്ട് ഈസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി. അപ്പോൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് തിയറി അങ്ങനെ വന്നില്ല, ഒരു ക്വസ്റ്റ്യൻ വന്നുള്ളൂ. കണ്ടെയ്നറിൽ നിന്ന് അങ്ങനെ വന്നതേ ഇല്ല. കൂടുതലും ചോദിച്ചിരിക്കുന്നത് ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, ആ ഏരിയയൊക്കെ നോക്കി വെച്ചേക്കുക. പിന്നീട് പ്രിമേജ്, വോയേജ് അക്കൗണ്ടിൽ വോയേജ് എന്താണെന്ന് എഴുതാൻ പഠിക്കണം, പ്രിമേജ്, ആ 2 കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കുക. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ മെത്തേഡിൻ്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. ആ മെത്തേഡ് എന്താണെന്ന് ഒരു വരിയെങ്കിലും എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ 2019 ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് 2000 ബാക്കിലേക്ക് വന്നാൽ, ഞാൻ ഈ വെട്ടിക്കളഞ്ഞിരിക്കുന്നത്, കൺഫ്യൂഷൻ ആവണ്ട, വെട്ടിക്കളഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സിലബസ് അല്ല, നിങ്ങളുടെ സിലബസിലുള്ളതല്ല, അതുകൊണ്ടാണ് അത് കാണിച്ചു തരാത്തത്. ഓക്കെ, ഇവിടെ ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഗീവ് ദ ഹയർ വെണ്ടേഴ്സ് എൻട്രി ഫോർ റീപൊസഷൻ ഓഫ് ഗുഡ്സ്. ഹയർ പർച്ചേസ് എന്ന ചാപ്റ്ററിൽ റീപൊസഷൻ ചെയ്യുമ്പോൾ ഹയർ വെണ്ടർ എന്ത് എൻട്രിയാണ് ഇടുന്നത്. അപ്പോൾ ജേണൽ എൻട്രികൾ വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. പ്രത്യേകിച്ച് ഹയർ പർച്ചേസ് പോലുള്ള ചാപ്റ്ററുകളിൽ നിങ്ങൾ എന്ത് എൻട്രിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. ഇതാ നോക്കി, വീണ്ടും പ്രിമേജ്, കണ്ടോ പ്രിമേജ് ഭയങ്കര ഹൈലൈറ്റാണ്. വോയേജ് അക്കൗണ്ടിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം പ്രിമേജാണ്. വീണ്ടും പ്രിമേജ് ചോദിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിക് അക്കൗണ്ടിങ് ആട്ടോ, ഹൗ ഡു യു ഡിസ്ക്ലോസ് എ കണ്ടിജൻറ്റ് ലൈബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടിജൻറ്റ് ലൈബിലിറ്റി എന്താണ്, കണ്ടിജൻറ്റ് അസറ്റ് എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. അത് ബാലൻസ് ഷീറ്റിൽ താഴെ ഫുട് നോട്ടായിട്ടാണ് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിനകത്തല്ല, ബാലൻസ് ഷീറ്റിന് പുറത്താണ് ഈ പറയുന്ന കണ്ടിജൻറ്റ് ലൈബിലിറ്റിയും കണ്ടിജൻറ്റ് അസറ്റും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, വാട്ട് ഈസ് കണ്ടിജൻറ്റ് ലൈബിലിറ്റി, വാട്ട് ഈസ് കണ്ടിജൻറ്റ് അസറ്റ് ടെക്സ്റ്റ് കിടപ്പുണ്ട്, അല്ലെങ്കിൽ +1 ടെക്സ്റ്റിലെങ്കിലും കിടപ്പുണ്ട്, അത് എടുത്ത് വെച്ചൊന്ന് നോക്കി വെച്ചേക്കണം. വീണ്ടും ക്ലോസിംഗ് എൻട്രി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ഈസ് ക്ലോസിംഗ് എൻട്രി. അപ്പം പ്രിമേജും ക്ലോസിംഗ് എൻട്രി 2 വർഷം ചോദിച്ചു. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കണേ. ഇനി ഗീവ് ദ ഫുൾ ഫോം ഓഫ് ASB. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാണ്. ASB എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ അക്കൗണ്ടിങ്ങിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നൊരു ബോർഡാണ്. ഇവരാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ ഫോം ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാണ്. വാട്ട് ഈസ് സസ്പെൻസ് അക്കൗണ്ട്, ബേസിക് ക്വസ്റ്റ്യനാണ്. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സപ്പോസ് ട്രയൽ ബാലൻസ് എന്തെങ്കിലും കാരണവശാൽ ടാലി ആവാതെ വരുമ്പോൾ ടെമ്പററി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സസ്പെൻസ് അക്കൗണ്ട് ഇട്ട് ടെമ്പററി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വാട്ട് ഈസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ഭാഗമായിട്ട് സസ്പെൻസ് അക്കൗണ്ട് നോക്കി വെച്ചോ. പിന്നെ വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പഠിച്ച് വെച്ചോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുള്ളൂ എങ്ങനെയാണ് നോക്കി വരേണ്ടത്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കുക, അക്കൗണ്ടിങ് എന്താണെന്നറിയാം, ബുക്ക് കീപ്പിംഗ് എന്താണെന്നറിയാം. ഒക്കെ ജേണലിൻ്റെ ഇതിൻ്റെ എല്ലാം മീനിങ് ആണ്. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, സസ്പെൻസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ആ ഒരു ഏരിയ അറിയാം. വോയേജുമായിട്ട് ബന്ധപ്പെട്ട് വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക, പ്രിമേജും പഠിച്ചു വെച്ചേക്കുക. ക്ലോസിംഗ് എൻട്രി വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോസിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. കണ്ടിജൻറ്റ് ലൈബിലിറ്റി, കണ്ടിജൻറ്റ് അസറ്റ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ +1 ടെക്സ്റ്റ് കിടപ്പുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം കാണിച്ചു തരാം. വാട്ട് ഈസ് ജേർണലൈസിങ്. ഇതാ വന്നു, വാട്ട് ഈസ് ജേർണലൈസിങ്. അടുത്ത ട്രയൽ ബാലൻസ് കണ്ടോ, ജേണൽ, ട്രയൽ ബാലൻസ് വന്നത് കണ്ടോ. എന്താണ് ജേർണലൈസിങ്, എന്താണ് ട്രയൽ ബാലൻസ്. വാട്ട് ഈസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കണ്ടോ, അക്കൗണ്ടിങ് കോൺസെപ്റ്റിനകത്ത് വരുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റൊക്കെ എന്താണെന്ന് ഓടിച്ച് വെക്കുന്നത് നല്ലതാണോ. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ചോദിച്ചു. ഓക്കെ, വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കേട്ടിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ +1 കേൾക്കേണ്ടത് തന്നെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റിന് മുൻപ് കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെയാണ്, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റിന് മുൻപ് കണ്ടുപിടിക്കേണ്ടതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഓപ്പറേറ്റിംഗ് ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് അല്ലാത്തത് ഏതാണെന്നല്ലേ, ഈ ഫിനാൻസ് കോസ്റ്റുകളുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നോർമൽ റെഗുലർ ഓപ്പറേഷൻ, സാലറി കൊടുക്കുന്നു, റെൻറ്റ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, റെഗുലർ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എക്സ്പ്ലെയിൻ ആൻ അക്കൗണ്ടിങ് ഇക്വേഷൻ.
അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് അറിയത്തില്ലേ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതാണ് കേസ്. സിമ്പിൾ. വീണ്ടും സസ്പെൻസ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു. അടുത്തത് ക്ലോസിംഗ് എൻട്രി ചോദിച്ചില്ല, ഓപ്പണിംഗ് എൻട്രി. ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അടുത്ത വർഷത്തെ, അതായത് ഈ വർഷം ക്ലോസ് ചെയ്യുന്ന എൻട്രികൾ ഇട്ടാണല്ലോ അടുത്ത കൊല്ലം ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റിംഗ് എൻട്രികളെല്ലാം അടുത്ത വർഷം ഓപ്പൺ ആയി വരുന്നതിനെയാണ് ഓപ്പണിംഗ് എൻട്രി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഈ ഏരിയ എന്ന് പറയുന്നത് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ 3 വാക്ക് പഠിച്ച് വെച്ചേക്കണേ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇത് 3 മനസ്സിലാക്കി വെച്ചിട്ട് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്താണെന്ന് ചുമ്മാ മനസ്സിലാക്കിയാൽ പോരാ. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നതെന്ന് പഠിച്ചു വെച്ചാൽ കഴിഞ്ഞ തവണ 4 മാർക്കിന് ചോദിച്ചു. പ്ലസ് വൺ പിള്ളേർ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ആ ഏരിയ, അതായത് ഏതാ ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ഏരിയ നോക്കുക. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇതൊന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു ചോദ്യം കണ്ടാൽ വാട്ട് ഈസ് ലെഡ്ജർ? വാട്ട് ഈസ് ട്രയൽ ബാലൻസ് ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ജേണൽ ചോദിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. വാട്ട് ഈസ് ലെഡ്ജർ എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൈ എടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവണം അടുത്ത വർഷം ചിലപ്പോൾ ജേണലായിരിക്കും ചോദിക്കുന്നത്. കുറച്ച് ദീർഘവീക്ഷണം വേണം. ലെഡ്ജർ ചോദിച്ചാൽ അടുത്ത വർഷം ലെഡ്ജർ ചോദിക്കുമെന്നല്ല, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റം പറയണമെന്നല്ല, നമുക്കിപ്പോൾ ട്രെൻഡ് മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഇത് കണക്റ്റഡ് ആണല്ലോ. ഇതിൽ നിന്ന് മാറി മാറി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് റീവാലുവേഷൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. അതാ ഞാൻ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡുകളുടെ പേരും അതിൻ്റെ മീനിങ് ഒരു ലൈൻ എഴുതാൻ പഠിക്കണം. മണി മെഷർമെൻറ്റ് കണ്ടോ, മനസ്സിലാക്കുക. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അതിനകത്ത് ഗോയിങ് കൺസേൺ ചോദിക്കുന്നുണ്ട്, മണി മെഷർമെൻറ്റ്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ചോദ്യം വരും. അതാ ഞാൻ പറയുന്നത്. നെക്സ്റ്റ് എന്താണ് കോമ്പൗണ്ട് എൻട്രി? ഈ കോമ്പൗണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്നിൽ കൂടുതൽ ഐറ്റം വരുന്നത്. മറ്റേ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് എഴുത്തില്ലേ. ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഒന്നിൽ കൂടുതൽ ഐറ്റം വരുന്ന ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതാ നടക്കുന്ന കണ്ടോ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ആ ഒരു ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് വോയേജ് അക്കൗണ്ട്? ഈ വോയേജ് എന്ന് ചോദിക്കാൻ പറ്റിയ 2 ചോദ്യമേ ഉള്ളൂ. അത് ഒന്നുകിൽ ഒരു വോയേജ് അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിമേജ് ആയിരിക്കും. ഇനി ബൈ ചാൻസിന് അഡ്രസ് കമ്മീഷൻ എന്താണെന്നങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പ്രിമേജ് ആണ് ഹൈലൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് അഡ്ജസ്റ്റിംഗ് എൻട്രി ടു ബ്രിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അത് ഞാൻ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും ഞാൻ പറയുന്നുണ്ട് എൻട്രി നോക്കി പോകണമെന്ന്. അത് ഇനി നിങ്ങൾ കാണാതെ പഠിക്കാനല്ല, ശരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിന് എക്സ്പെൻസാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റേ വരത്തുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. വാട്ട് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട്? ഈ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും ഒന്ന് പഠിക്കുന്നത് നല്ലതാട്ടോ. ആ ഒരു ഏരിയ എന്നൊക്കെ വരാം. ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കച്ചവടം നടക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടിൽ തന്നെ വിൽക്കും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ സമയത്തായിരിക്കും ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. വീണ്ടും സസ്പെൻസ് അക്കൗണ്ട് എല്ലാ വർഷവും ചോദിച്ചു. ഓക്കെ. ഒരു ചോദ്യം കൂടെ നോക്കാം. ഡിഫൈൻ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് ആൻസർ. ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് അറിയാലോ. ഫോർ എവരി ഡെബിറ്റ് ദർ ഈസ് എ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷനൊക്കെ ഉണ്ട്. അത് വേസ്റ്റിംഗ് അസറ്റ് ടെക്സ്റ്റിലുണ്ട്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അസറ്റെന്നോ വേസ്റ്റായ അസറ്റെന്നോ ഒന്നും അല്ല. നമ്മൾ ഉപയോഗിക്കും തോറും ഫിസിക്കലി അസറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കണം. നമ്മൾ ഉപയോഗിക്കും തോറും ഫിസിക്കലി അസറ്റ് ഇല്ലാതാവണം. നമ്മുടെ പാറമട, ക്വാറി, മൈൻ, കൽക്കരി ഖനി, സ്വർണ്ണക്കനി, ഗോൾഡ് മൈൻ എന്നൊക്കെ പറയുമ്പം പാറ പൊട്ടിച്ചെടുക്കും തോറും പാറ കുറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഫിസിക്കലി അസറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ക്യാഷ് പ്രൈസിൻ്റെ മീനിങ്. അപ്പം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എന്താണ് ക്യാഷ് പ്രൈസ്, എന്താണ് എന്തൊക്കെയുണ്ടല്ലോ ഡൗൺ പേയ്മെൻറ്റ്, അവിടെയൊക്കെ കുറച്ച് ഒരു മാർക്ക് വരാം. ഓക്കെ. പിന്നെ ബങ്കർ കോസ്റ്റ്, ഇത് വോയേജിൽ വരുന്നത്. ബങ്കർ കോസ്റ്റ് ഒന്നുമില്ല. ബങ്കർ കോസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച്, കപ്പൽ കമ്പനിയെ സംബന്ധിച്ചൊരു ചിലവാണ്. അവരുടെ ആ ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നതിനെയാണ്. എന്തായാലും ഭാഗ്യം ഒരു കണ്ടെയ്നർ വന്നു. കണ്ടെയ്നർ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് എങ്ങനെ കാണുന്നത്? കണ്ടെയ്നർ അക്കൗണ്ടിങ് എന്തുകൊണ്ടോ ഒരു ക്വസ്റ്റ്യനിലും വലിയ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതുവരെ നോക്കുമ്പോൾ കണ്ടെയ്നർ അക്കൗണ്ടിങ് എന്ന മൊഡ്യൂളിൽ നിന്ന് വലിയ രീതിയിലൊരു പ്രൊജക്ഷൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു മാർക്കിനൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കണ്ടെയ്നർ അക്കൗണ്ടിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഇനി അഥവാ പ്രൊജക്റ്റ് ചെയ്താൽ തന്നെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫൈനൽ അക്കൗണ്ട്സ് പഠിപ്പിച്ചു, ഡിപ്രീസിയേഷൻ്റെ ഒരുവിധം ചെയ്തുകൊണ്ടിരിക്കുവാണ്, വോയേജ് കഴിഞ്ഞു,
ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇൻഷുറൻസ് കഴിഞ്ഞു, ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ ഒരു വരി പോലും വിടാതെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം മതി, നമുക്ക് 80 മാർക്കിൻ്റെ ഓപ്ഷൻ കിട്ടും. ഒരു കുട്ടിക്ക് 80-ന് 80 കിട്ടാനുള്ളതെല്ലാം നമ്മുടെ ചാനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 80-ന് 85 വല്ലതും വേണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ മതി. കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കേണ്ടെന്നല്ല, പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് കൂടെ നോക്കുക. ഇതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് പോകണമെന്നില്ല. ഒരു 4 മൊഡ്യൂൾ അല്ലെങ്കിൽ 3.5 മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് മൊത്തം കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സാധാരണഗതിയിൽ വരാറുള്ള 1 മാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. അല്ലാതെ ഇപ്പോൾ ചോദ്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് സാധാരണ അക്കൗണ്ടിങ്ങിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യം സ്ട്രക്ചർ ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഐഡിയ, ആ സബ്ജക്റ്റിനെ പറ്റി നല്ലൊരു ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു 8 എണ്ണം സുഖമായിട്ട് ശരിയാക്കാം. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു 8 മാർക്ക് എന്തായാലും കിട്ടും. അത് മതി. കാര്യം നമുക്ക് 10-ൽ 10 കിട്ടണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ നമ്മളെ ഇത്തിരി ഒന്ന് വിഷമിപ്പിക്കും. അത് കുഴപ്പമില്ല. 8 മാർക്ക് എന്തായാലും ഉറപ്പിച്ചാൽ മതി. 8 മാർക്ക് എന്ന് പറഞ്ഞാൽ 80% എ ഗ്രേഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ 5 വർഷത്തെ 1 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിയറി. എൻ്റെ ഉത്തരം അതാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിയറി. അല്ലാതെ എനിക്ക് പ്രിഡിക്റ്റ് ചെയ്ത് തരാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് വേറെ നെക്സ്റ്റ് ക്ലാസ്സിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിട്ട് കാണാം. ഓക്കെ.